അൽ കലാമു ഫിൽ മുഖദ്ദിമാത്തി. മുഖദ്ദിമാത്തിനെ കുറിച്ചുള്ള സംസാരമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ജമ്മുൽ ജവാമിയെ മുഖദ്ദിമയിലും 7 കിതാബുകളിലും എന്താണ് ക്ലിപ്തമാകുന്നു. അല്ലേ? ക്ഷീരസംഘം ലിമിറ്റഡ് എന്നൊക്കെ പറയില്ലേ, ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ലിപ്തമാവുന്നവർക്ക് ക്ലിപ്തം എന്ന് പറയും. അതല്ല അതിൽ ആ കാര്യത്തിൽ ആ വിഷയം എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നവർക്ക് അതാണ് ആ വിഷയം പ്രവർത്തിക്കുന്നത്, നടക്കുന്നത്, പ്രതിപാദിക്കുന്നത്, കിതാബ് പ്രതിപാദിക്കുന്ന ആ വിഷയം ഇത്രയാണ് എന്നുള്ള ആ കൃത്യത കാണിക്കണം. മനസ്സിലല്ലേ? മഹദൂദ എന്ന് അറബി പറയും. മനസ്സിലല്ലേ? അൽ ഖൈരിയത്തുൽ അക്മിഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ്, അൽ ഖൈരിയ ടെക്സ്റ്റൈൽസ് നടത്തും. പിന്നെ അൽ മഹദൂദ എന്ന് പറഞ്ഞു ഇതാണ് ലിമിറ്റഡ്. അതുപോലെ ഖൈരിയ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് നടത്തും. അപ്പോൾ ഇവിടെ ജമ്മുൽ ജവാമി എന്താണ് 7 കിതാബുകളിലും അതിന് മുമ്പിൽ എന്താണ് മുഖദ്ദിമാണ്, അല്ലെങ്കിൽ മുഖദ്ദമാണ്, അതിലും ക്ലിപ്തമാവെന്ന് പറഞ്ഞു. ആ മുഖദ്ദിമയെക്കുറിച്ചുള്ള സംസാരമാണ് ഇനി പറയാൻ പോകുന്നത്. അൽ കലാമു ഫിൽ മുഖദ്ദിമാത്തി, മുഖദ്ദിമയെക്കുറിച്ചുള്ള സംസാരമാണ് കേട്ടോ. ഇഫ്തതഹ ബിതാരീഫി ഉസൂലുൽ ഫിഖ്. മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ മുഖദ്ദിമാത്തിലെ കാര്യങ്ങളെ എന്ത് ചെയ്തു? ആരംഭം കുറിച്ചു. ബിതാരീഫി ഉസൂലുൽ ഫിഖ്, ഉസൂൽ ഫിഖിനെ താരീഫ് പറഞ്ഞുകൊണ്ട്. പ്രഥമമായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഉസൂൽ ഫിഖാണ്. പിന്നെ ഉസൂൽ ദീൻ, പിന്നെ തസവ്വുഫ്. അപ്പോൾ എന്താണ് ഉസൂൽ ഫിഖ്? അതിൻ്റെ മറുപടിയാണ് എന്താ? അതിൻ്റെ താരീഫ്. മാ ഉസൂൽ ഫിഖ്, ഉസൂൽ ഫിഖ് എന്താവുന്നു എന്നുള്ള മായുടെ ജവാബാണ് എന്താ? ഉസൂൽ ഫിഖ് ഇന്നതാവുന്നുള്ളത് താരീഫ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇതിനെ തുടക്കം നാന്ദി കുറിക്കുക അല്ലെ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ തുടക്കം എന്താണ്? മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉസൂൽ ഫിഖിനെ താരീഫ് പറഞ്ഞുകൊണ്ടാണ് ആരംഭം കുറിച്ചത്. യതസവ്വറഹു ത്വാലിബു, എന്തിനു വേണ്ടിയിട്ടാണ് ഉസൂൽ ഫിഖിനെ താരീഫ് കൊണ്ട് കിതാബിൻ്റെ തുടക്കത്തിൽ മുഖദ്ദിമയുടെ തുടക്കം ആരംഭം കുറിച്ചത്? ഇത് പഠിക്കുന്നയാൾ ഈ ഉസൂൽ ഫിഖിനെ സംബന്ധിച്ച് ഉൾക്കാഴ്ച ഉള്ള ആളാവാൻ വേണ്ടി, നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി. മനസ്സിലായില്ലേ? ഞാൻ എന്നാ ഈ പഠിക്കണേ, ഞാൻ എന്താണ് ഈ പഠിക്കുന്നതെന്ന് തിരിച്ചറിയണ്ടേ? അതെല്ലാം നമുക്ക് അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പഠിക്കുന്നത് എന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് അത് നോക്കി പഠിക്കും. അതിന് താരീഫ് പറഞ്ഞില്ല എങ്കിൽ അതും അതല്ലാത്തൊക്കെ എന്ത് ചെയ്യും? പഠിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓർക്കും അയ്യടാ ഞാൻ പഠിച്ചത് കുറേ പഠിച്ച് ഉസൂൽ ഫിഖ് അല്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഉസൂൽ ഫിഖിന് താരീഫ് ആയി തന്നെ കൊടുത്താൽ എന്ത് ചെയ്യും? ഇന്നതാണ് ഉസൂൽ ഫിഖ് എന്ന് എന്ത് ചെയ്യും? കറക്റ്റ് എൻ്റെ മനസ്സിലാക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്നിട്ട് പഠിക്കും. ലിയതസവ്വറഹു ത്വാലിബു ബിമാ യൽബത്തു മസായിലഹുൽ കസീറത. ലിയതസവ്വറഹു ത്വാലിബു, ഇതിനെ പഠിക്കുന്നയാൾ ഉസൂൽ ഫിഖിനെ കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഉസൂൽ ഫിഖിന് താരീഫ് പറയുന്നത്. ബിമാ ഒന്നുകൊണ്ട് താരീഫ് പറയുന്നു, യൽബത്തു മസായിലഹുൽ കസീറത, ആ താരീഫ് ക്ലിപ്തപ്പെടുത്തും, ആ താരീഫ് ക്ലിപ്തപ്പെടുത്തുന്നതാണ്. മസായിലഹുൽ കസീറത്ത, ഈ ഉസൂൽ ഫിഖിൻ്റെ ധാരാളമാകുന്ന മസാലകൾ എന്താണ് ക്ലിപ്തപ്പെടുത്തുന്നത്. ഉസൂൽ ഫിഖ് സംബന്ധിയായി വരുന്ന മസാലകളെല്ലാം എന്ത് ചെയ്യുന്നത്? സബ്മിറ്റ് ചെയ്യുന്നു, ഒന്നും പുറത്തു പോകില്ല. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ് എന്ത്? താരീഫ്. ഇപ്പോൾ ഇൻസാൻ, മനുഷ്യനെ കുറിച്ച് നമ്മൾ താരീഫ് പറയും, ഹയവാനാത്തേക്കൊന്ന് പറയും. ഹയവാനാത്തേക്കൊന്ന് താരീഫിൽ നിന്ന് ഏതെങ്കിലും ഇൻസാൻ പുറത്തു പോവോ? ഇല്ല. എല്ലാ ഇൻസാനും ഉണ്ടാവും ഹയവാനാത്തേക്കും താരീഫ് എന്ന് പറഞ്ഞ പോലെ ഈ താരീഫ് എന്താണ്? വിമാ ഒന്നുകൊണ്ട് താരീഫ് പറയും അൽബത്തു, അത് ഉൾക്കൊള്ളുന്നു മസായിലഹുൽ കസീറത്ത, പെരുത്ത ധാരാളമായ ആ ഉസൂൽ ഫിഖിന്റെ മസാലകളെ ഉൾക്കൊള്ളുന്നതായ താരീഫ് കൊണ്ട് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ആരംഭം കുറിച്ചു. യകൂന അലാ ബസീറത്തിൻ ഫീ തതല്ലുബിഹാ, ഈ ത്വാലിബ് യകൂനയുടെ ഫായിലാണ് കേട്ടോ. യകൂന അവനാവുന്നതിന് വേണ്ടി, യകൂന അലാ ബസീറത്തിൻ, അവന് ഉൾക്കാഴ്ചയുടെ മേലാവുന്നതിന് വേണ്ടി, ഫീ തതല്ലുബിഹാ, ഈ മസ്അലകളെ പഠിക്കുന്ന വിഷയത്തിൽ. തതല്ലുബ് എന്ന് പറഞ്ഞ മസ്അലകളെ പഠിച്ച് മനസ്സിലാക്കി പരിശ്രമം ചെയ്യുക എന്നർത്ഥം. ഫീ തതല്ലുബിഹാ, ഈ മസ്അലകളെ പഠിച്ചെടുക്കുന്ന വിഷയത്തിൽ എന്താണ്? അവൻ ഉൾക്കാഴ്ച ഉള്ളവൻ ആളാകുന്നതിന് വേണ്ടി കേട്ടോ. ഇത് ലൗ തതല്ലബഹ, ഇത് കാരണം ലൗ തതല്ലബഹ, ഈ വിദ്യാർത്ഥി ത്വാലിബ് ഈ മസ്അലകളെ അന്വേഷിച്ച് പഠിച്ചിറങ്ങിയാൽ, പഠിക്കാനായിട്ട് ഇറങ്ങിയാൽ,
കബല വബുത്തിഹ, ആ മസലകളെ ക്ലിപ്തപ്പെടുത്തി മനസ്സിലാക്കുന്നതിന് മുമ്പ്. എന്താണ് ഉസൂൽ ഫിഖിന്റെ മസലകൾ എന്ന് ക്ലിപ്തപ്പെടുത്തി മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് അവൻ പഠിക്കാൻ ഇറങ്ങിയാൽ ലം യമൻ, അവൻ നിർഭയനല്ല, ഫവാത്തമാ യുർജീഹി അല്ലെ യർജീഹി, അവൻ ആഗ്രഹിക്കുന്നതായ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിഷയത്തിൽ എന്താണ് നിർഭയനല്ല. എന്താണ് ഉസൂൽ ഫിഖ് എന്ന് തിരിച്ചറിയാതെ പഠിക്കാൻ ഇറങ്ങിയാൽ മനസ്സിലായില്ലേ? അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന റജായർജി, അവൻ ആഗ്രഹിക്കുന്നതായ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിഷയത്തിൽ എന്താണ് അവൻ നിർഭയനല്ല. കാരണം ഇവൻ ഉസൂൽ ഫിഖ് എന്താണ്, അതിൻ്റെ മസല ഏതാണ് എന്നുള്ള ലബുത്ത് അവനക്ക് കിട്ടാതെ അവൻ പഠിക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞ് വേറെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ പഠിച്ചതിൽ അധികവും എന്താണ് ഉസൂൽ ഫിഖ് അല്ല എന്നുള്ള അവസ്ഥ ചിലപ്പോൾ വന്നുപെടാം. അതുകൊണ്ട് താരിഫ് തന്നെ ഫസ്റ്റ് മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുകയാണ്. അപ്പോൾ ലം യമന നിർഭയനല്ല, ഫവാത്തമായ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിർഭയനല്ല. വലിയാ അൽ വഖ്തി, അവൻ്റെ വക്കത്ത് പാഴായി പോകുന്നതിന് നിർഭയനല്ല. ഫീമാ ലായനി, അവൻ ഉദ്ദേശിക്കാത്തതായ ഒന്ന്, മാനായനി, മനസ്സിലായില്ലേ? അവൻ ഉദ്ദേശിക്കാത്തതായ ഒന്നിനാണ് സമയത്ത് എന്ത് ചെയ്യുക? സ്പെൻഡ് ചെയ്യുക, സമയം ചിലവഴിക്കുക. അങ്ങനെ ചിലവഴിച്ച് പോകുന്നതിനെ തൊട്ട് അവൻ എന്താണ് നിർഭയനല്ല. അതുകൊണ്ട് മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇത് പഠിക്കാനിറങ്ങിയ ത്വാലിബിനെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ മസലകളെന്ന് മനസ്സിലാക്കി തരുന്നതായ ഉസൂൽ ഫിഖിന് തഅരീഫ് കൊണ്ടുവന്നു ചെയ്തു. മുഖദ്ദിമയുടെ സംസാരം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി സ്റ്റാർട്ട് ചെയ്തു, ആരംഭം കുറിച്ചു. ഫഖാൽ, മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു, ഉസൂൽ ഫിഖ് ആവുന്നത് അയ്യൽ ഫൻ, അതായത് ഒരു ഫന്നാവുന്നത്, അൽ മുസമ്മാ ബിഹാദൽ ലഖബി, ഈ സ്ഥാനപ്പേര് കൊണ്ട് പേര് പറയപ്പെട്ട ഫന്ന്. ഒരു സ്ഥാനപ്പേരാണത്. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ഫിഖിൻ്റെ അടിത്തറ എന്നർത്ഥം. ഫിഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ച് എന്താണ്? നിങ്ങൾ ഇരിക്കുന്ന ഫിഖാണ് അല്ലേ? ആണ്. ഞാൻ സംസാരിക്കുന്ന ഫിഖാണ്. നമ്മൾ സുബഹിസ്കരിച്ചു ഫിഖാണ്, ശരിയല്ലേ? യാസീൻ ഓതി ഫിഖാണ്, ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യൻ ജനിച്ചിട്ട് മരിക്കണ വരെ ചെയ്യുന്ന, മരിച്ചിട്ട് നടക്കണതും എന്താണ്? ഫിഖാണ് അല്ലേ? ഫിഖ് അനുസരിച്ചെല്ലാം ചെയ്യേണ്ടത്. സുബഹിസ്കരിച്ച് ഫിഖ് അനുസരിച്ചാണ്, ശരിയല്ലേ? സുബഹിയിൽ ഫാത്തിഹയിൽ ഫിഖ് അനുസരിച്ചാണ്, ശരിയല്ലേ? നിങ്ങളിത് പഠിപ്പിക്കുന്നത് നല്ല കാര്യമാണ്, വലിയ സുന്നത്തായ അമലാണ്, അത് ഫിഖാണ്. പഠിക്കുന്നത് വലിയ സുന്നത്തായ വലിയ ഫർള് കിഫായായിട്ട് തന്നെ വിലയിരുത്തപ്പെട്ട അമലാണ്, ഫിഖാണ്, ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും എന്താണ്? ഫിഖാണ്, മനസ്സിലായില്ലേ? ആ ഫിഖിന്റെ അടിത്തറ ഈ പഞ്ഞിന്റെ പേരതല്ലേ ഉസൂൽ ഫിഖ്. അപ്പോൾ ആ പേരെന്താ? ഒരു സ്ഥാനപ്പേര്. എന്താണ്? അതൊരു സ്ഥാനപ്പേരാണ്. ഹാജി എന്ന് വിളിക്കും പോലെ, ഒരാളെ ഹാജി എന്ന് വിളിക്കുന്നത് സ്ഥാനപ്പേരല്ലേ? അപ്പോൾ എന്നുപോലെ അൽ മുസമ്മാ ബിഹാദൽ ലഖബ്, ഈ ലഖബ് കൊണ്ട് പേര് പറയപ്പെട്ട ഈ ഫന്നാവുന്നത്, അൽ മുഷ്ഇറു അൽ മുഷ്ഇരി ബി മദി, അത് ലഖബിന് സിബത്തായിട്ട് അൽ മുഷ്ഇരി ബി മദി, ഈ ലഖബ് എന്താണ്? അത് അറിയിക്കുന്നു. ബി മദി, ഈ ഫന്നിനെ പ്രശംസിക്കുന്നത് കൊണ്ട് അറിയിക്കുന്നു. ഈ ഫന്നിനെ പ്രശംസിക്കുന്നത് കൊണ്ട് അറിയിക്കുന്നു. ചില പേരുകൾ ആക്ഷേപിക്കുന്നത് അറിയിക്കുന്നതാവും. പന്നിമൂല എന്നൊക്കെ ചിലപ്പോൾ പേര് വരും ചില നാടിന്. എന്താണ്? പന്നിമൂല. അപ്പോൾ ആൾക്കാർ നിന്റെ നാടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ മടിയാവും. എൻ്റെ നാട് അങ്ങനെ ആ തെക്കോട്ട് പോയിട്ട് അങ്ങോട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോകണം. ആ സ്ഥലത്തിൻ്റെ പേരാണ്. സ്ഥലം അവിടുന്ന് ആ കുറ്റിപ്പാല കഴിഞ്ഞ അപ്പുറത്താണ്. എന്നാലും പേര് പറയില്ല. ഇതിന് പന്നിമൂല എന്ന് പറയാൻ എന്നാണ്, മനസ്സിലായില്ലേ? നമ്മുടെ നാടിന് നല്ല പേരിട്ടാൽ നമുക്കൊരു ഇജ്ജത്താണ്, മനസ്സിലായില്ലേ? ചില ചാപ്പൻപടി, പന്നിമറ്റം, ഇവിടെയുണ്ട് ഈ കലയന്താനെ അപ്പുറം ഉണ്ട് പന്നിമറ്റം. അവിടെ നിന്ന് ഞാൻ ഒരാൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാടെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു കലയന്താനിയൊക്കെ കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ സ്ഥലത്തിൻ്റെ പേര് പറയാമല്ലോ. അപ്പോൾ പറയാനൊരു മടി തോന്നി, പേര് മോശമാണ് അല്ല, അത് റബ്ബ് കൊടുത്ത പേര്, നമ്മൾ സഹിക്കെല്ലാം നിവൃത്തിയില്ല അല്ലേ? അപ്പം എന്താണ് ഇതെന്താണ്? ഈ ഫന്നിൻ്റെ മദ്ഹ് അല്ലേ, പ്രശംസ കൊണ്ട് അറിയിക്കുന്നു. ഉസൂൽ ഫിഖ് എന്ന പേര്. ബിഹാദൽ ലഖബി അൽ മുഷ്ഇരി ബി മദി, ഈ ലഖബ് എന്താണ്? അത് അറിയിക്കുന്നു. ബി മദ്ഹി, അതിനെ മദ്ഹ് ചെയ്തുകൊണ്ട്, അതിനെ പ്രശംസ കൊണ്ട് അറിയിക്കുന്നു. ബിബിത്തിനാഇൽ ഫിഖ്ഹി അലൈഹി, എന്താണ് പ്രശംസ?
ബിബിത്തിനാൽ ഫിഖ്ഹി അലൈഹി, ഫിഖ്ഹിനെ എടുത്തുണ്ടാക്കപ്പെട്ടിരിക്കുന്നു, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അലൈഹി, ഇതിൻ്റെ മേലെ, ഈ പഞ്ഞിൻ്റെ മേലെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഒരു വീട് പണിയുമ്പോൾ ആ വീട് നിൽക്കുന്ന എവിടെയായിരിക്കും? അടിത്തറയിലായിരിക്കും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഫിഖ് എന്നുള്ള സാഗര സമാനമായ ആ ഒരു വിജ്ഞാനം ശാഖ, മനസ്സിലായില്ലേ? ആ വിജ്ഞാന ശാഖ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിലാണ്, ഈ പഞ്ഞിലാണ്. മനസ്സിലായോ? ആണ്. ബിബിത്തിനായിൽ ഫിഖ്ഹി, ഫിഖ്ഹിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അലൈഹി, ഇതിൻ്റെ മേലെ, ഈ ശാഖയുടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടുള്ള പ്രശംസ കൊണ്ട് അറിയിക്കുന്നതായ ഈ സ്ഥാനപ്പേര് കൊണ്ട് പേര് വയ്ക്കപ്പെട്ടതായ എന്താണ്? ഉസൂൽ ഫിഖ് എന്നുള്ള പഞ്ഞാവുന്നത്. ഇതിൽ അസ്ലു, കാരണം നിശ്ചയമായും ഈ ഫിഖ്ഹിനെ ഇതിൻ്റെ മേൽ എടുത്തുണ്ടാക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം കൊടുന്ന് കിട്ടി. ഇതിൽ അസ്ലു, കാരണം നിശ്ചയമായ അടിത്തറ, അസ്ല്, അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനമാണ്. യുബുത്തന അലഹി ഗൈറു, അതിൻ്റെ മേലെന്താണ്? മറ്റൊന്നിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വീട് വേറെ, വീടിൻ്റെ അടിത്തറ വേറെ. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ വീടിൻ്റെ അടിത്തറയിൽ വീടിന് എന്താണ്? നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഉസൂൽ ഫിഖ് എന്നുള്ള അടിത്തറയിൽ എന്താണ്? ഫിഖ് എന്നുള്ള വിജ്ഞാനശാഖയെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അസ്ല്, ഉസൂൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ അസ്ലു, കാരണം നിശ്ചയമാ അസ്ല് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്. യുബുത്തന അലഹി, അതിൻ്റെ മേൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഗൈറുഹു, അതല്ലാത്തതിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഉസൂൽ ഫിഖ് ആവുന്നത് മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അതിൻ്റെ താരീഫ് പറയാൻ പോവാണ്. ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തു, ഫിഖ്ഹിൻ്റെ ഇജ്മാലിയായ തെളിവുകൾക്കാണ് എന്തെന്ന് പറയാ? ഉസൂൽ ഫിഖ് എന്ന് പറയുക. പൊതുവായ ഇജ്മാലി വെച്ചാൽ പൊതുവായ ഫിഖ്ഹിൻ്റെ തെളിവുകൾ, പൊതുവായ മൊത്തമായ ഫിഖ്ഹിൻ്റെ തെളിവുകൾക്കാണ് എന്താ പറയുക? ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത് കേട്ടോ. ഉസൂലുൽ ഫിഖ്ഹി ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തു കേട്ടോ. ഇത്രേ ഉള്ളൂ. മുഅ്തമദായ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആലയുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ഉസൂൽ ഫിഖ്ഹിന്റെ കാര്യം കേട്ടോ. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തു, ഇജ്മാലിയായ, തഫ്സീലിയല്ല, വിശദമായ തെളിവുകൾ വേറെയുണ്ട്. അഖീമുസ്സലാത്ത, നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തു, നിസ്കരിക്കൽ നിർബന്ധമാണ് അല്ലേ. സൂമു ഫി അറഫത്ത, അറഫയിൽ നിങ്ങൾ നോമ്പെടുക്കൂ, മനസ്സിലായില്ലേ? അറഫ നമ്മൾ സുന്നത്താണ്. അതൊക്കെ വിശദമായ തെളിവുകളാണ്. അറഫ എന്ന നോമ്പിനെ ആസ്പദമാക്കിയുള്ള തെളിവാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിസ്കാരം നിങ്ങൾ നിർബന്ധമാക്കുന്ന നിസ്കാരത്തെ ആസ്പദമാക്കിയുള്ള തെളിവ് എന്താ? തഫ്സീലിയായ തെളിവാണ്, വിശദമായ തെളിവുകളാണ്, ഒരു വിഷയത്തെ ചൂണ്ടിയുള്ള തെളിവുകൾ. അതെന്തല്ല? ഉസൂൽ ഫിഖ് അല്ല. അതെന്തല്ല? ശരിക്കും മനസ്സിലാക്കണം, അത് ഉസൂൽ ഫിഖ് അല്ല. മനസ്സിലായില്ലേ? അത് തഫ്സീലിയായ തെളിവുകളാണ്. അത് ഫിഖുവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. ഫിഖ് വേറെ, ഉസൂൽ ഫിഖ് വേറെ. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ഈ തഫ്സീലിയായ തെളിവുകളെല്ലാം ഉൾക്കൊള്ളുന്ന അതിൻ്റെ ജുംല, മനസ്സിലായില്ലേ? അതിൻ്റെ പൊതുവായ, അതിൻ്റെ മൊത്തമായ തെളിവുകളുണ്ട്. അത് അൽ അംറു ലിൽ ഉജൂബി. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണത്? അത് നിർബന്ധതയെ കുറിക്കുന്നതാണ്, ഹഖീഖത്ത്, യഥാർത്ഥം, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അന്നഹ്യു ലിൽ ഹറാം, നിരോധനം എന്താണ്? ഹറാമിനെ സൂചിപ്പിക്കുന്നതാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പൊതുവായ തെളിവുകൾ ഏതൊക്കെയുണ്ടോ അതിനെല്ലാം ഉൾക്കൊള്ളുന്ന പഞ്ഞിനാണ് എന്ത് പറയണേ? ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉസൂൽ ഫിഖ് അനുസരിച്ചാണ് പിന്നെ ഈ പറയപ്പെട്ട അഖീമുസ്സലാത്ത, സൂമു ഫി അറഫത്ത എന്ന് പറഞ്ഞതായ തെളിവുകൾക്ക് എന്ത് അർത്ഥമുണ്ടെന്ന് കിട്ടുന്നത്? വാജിബിൻ്റെ അർത്ഥമുണ്ട് എന്ന് കിട്ടുന്നത്. ശരിയാ? ഈ അമ്രുകൾക്ക്, ഈ നഹീകൾക്ക് ഹറാമിൻ്റെ അർത്ഥമുണ്ട്, ഈ വാജിബുകൾക്ക് എന്തുണ്ട്? നിർബന്ധത്തിൻ്റെ അർത്ഥമുണ്ടെന്ന് കിട്ടുന്ന എവിടെ നിന്നാണ്? ഈ പൊതുവായ തെളിവുകൾക്ക് ഇങ്ങനെ അർത്ഥമുണ്ട് എന്ന് ഉലമാക്കൾ സ്ഥാപിച്ച് ഉസൂൽ ഫിഖിൽ പറയുമ്പോഴാണ്. ശരിയാ? അതാണ് ഉസൂൽ ഫിഖ് കേട്ടോ. അൽ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ദലാൽ ഫിഖിൽ ഇജ്മാലിയത്തു, ഫിഖിൻ്റെ ഇജ്മാലിയായ തെളിവുകളാകുന്നു.